എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 5-ാമത്തെ സർഗത്തിലെ 61ഉം 62ഉം ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. 2 ശ്ലോകങ്ങളിലും ഉപജാതി വൃത്തം തന്നെയാണ് ഉള്ളത്. ഇവിടെ വെളിച്ചായി ആ പ്രഭാതത്തിൻ്റെ സൗന്ദര്യം കാണാൻ വേണ്ടിയിട്ടും അതുപോലെ പ്രഭാതത്തിൽ എന്തൊക്കെയാണ് ഉണ്ണികൃഷ്ണൻ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ സൂചിപ്പിക്കുകയാണ്. അമ്മ പറയണത് പോലെയാണ് വർണ്ണിക്കണത്. നമുക്ക് ആദ്യം 61ാമത്തെ ശ്ലോകം നോക്കാം. സുതദ്വിരേഭാഞ്ജനദർശനീയൈ ഉന്മീലിതൈർലോചന പുണ്ടരീകൈ ത്വാം ദ്രഷ്ടുകാമായിവ പങ്കജിന്യോ ഭൃശം വിരാജന്തി ധൃതാനുരാഗ. ആദ്യം പദച്ഛേദം പറയാം. സുത ദ്വിരേഭാഞ്ജനദർശനീയൈ ഉന്മീലിതൈഃ ലോചനപുണ്ടരീകൈഃ ത്വാം ദ്രഷ്ടുകാമാ ഇവ പങ്കജിന്യഃ ഭൃശം വിരാജന്തി ധൃതാനുരാഗാഃ. യശോദ പറഞ്ഞു എന്നാണല്ലോ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു നിർത്തിയത്. അതായത് യശോദ ഇത്തം കഥയാമ്പഭൂവ, ഇങ്ങനെ യശോദ മകനോട് പറഞ്ഞു. എന്താണ് പറഞ്ഞതെന്നാണെങ്കിൽ, സുത പുത്ര കണ്ണ എണീക്കൂ, എണീറ്റിട്ട് നിന്നെ കാണാൻ വേണ്ടിയിട്ട് തയ്യാറായി നിൽക്കുന്ന താമരപ്പൊയ്ക, ആ താമരപ്പൊയ്കയെ പറ്റിയിട്ടാണ് വർണ്ണിക്കണത്. ധൃതാനുരാഗാഹ പങ്കജിന്യഹ. ധൃതാനുരാഗാഹ എന്ന് പറഞ്ഞാൽ അനുരാഗം ധരിക്കുന്നവർ, അനുരാഗമുള്ളവരായ, നിന്നോട് അനുരാഗമുള്ളവരായ പങ്കജിന്യ, പങ്കജിനി എന്ന് പറഞ്ഞാൽ എന്താണ്, താമരപ്പൊയ്ക എന്നർത്ഥം. പങ്കജിനി, പദ്മിനി, അതുപോലെ സരോജിനി എന്നൊക്കെ പറഞ്ഞാൽ താമരപ്പൊയ്ക എന്നാണ് അർത്ഥം. ആ താമരപ്പൊയ്കകൾ പങ്കജിന്യ പദ്മിന്യ അവർ എന്താണ് ചെയ്യണത്? ദ്വിരേഭാഞ്ജനദർശനീയൈഃ ഉന്മീലിതൈഃ ലോചന പുണ്ടരീകൈഃ. ലോചനങ്ങളാകുന്ന പുണ്ടരീകങ്ങൾ, അതായത് താമരപ്പൊയ്കയുടെ കണ്ണുകൾ എന്ന് പറയണത് താമരകളാണ്, വെള്ളത്താമരകൾ, പുണ്ടരീകങ്ങൾ. ആ പുണ്ടരീകങ്ങൾ നോക്കുമ്പോൾ അതിൽ എങ്ങനെയാണ് അതിനെ കണ്ണായിട്ട് കൽപ്പിക്കണത് എന്നാണെങ്കിൽ, ദ്വിരേഭ അഞ്ജന ദർശനീയൈഃ. ദ്വിരേഭങ്ങൾ എന്ന് പറഞ്ഞാൽ വണ്ടുകൾ എന്നാണ് അർത്ഥം. ദ്വിരേഭ പദത്തിന് 2 രേഭമുള്ളത് എന്നാണ്. അതായത് രേഭം എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ ര എന്നുള്ള അക്ഷരത്തിനെ പറയണതാണ്. അതായത് അകാരം ഇകാരം എന്നൊക്കെ പറയുന്നത് പോലെ രകാരം എന്ന് പറയാറില്ല, രേഭം എന്നാണ് പറയുക. അപ്പോൾ 2 ര എന്നുള്ള അക്ഷരമുള്ള വാക്ക്, അത് ആ വാക്ക് ഭ്രമരം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആ ഭ്രമരം എന്നുള്ള വാക്കിന് വണ്ട് എന്നാണ് അർത്ഥം എന്നുള്ളത് കൊണ്ട് ദ്വിരേഭ പദത്തിന് വണ്ട് എന്ന് തന്നെയാണ് അർത്ഥം വരണത്. വേറെ വാക്കുകളൊക്കെ 2 രേഭമുള്ള വാക്കുകൾ ധാരാളമുണ്ടെങ്കിലും ദ്വിരേഭം എന്നുള്ള വാക്ക് വണ്ടിൽ ഒട്ടിച്ചേർന്ന് പോയിരിക്കുകയാണ്, അത് രൂഢിയായി തീർന്നിരിക്കുകയാണ്. അങ്ങനെ അപ്പോൾ വണ്ടുകളാകുന്ന അഞ്ജനം, അഞ്ജനം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് കൃഷ്ണമണിയാണ്. വണ്ടുകൾക്ക് സ്വാഭാവികമായിട്ടൊരു കറുത്ത നിറാണല്ലോ ഉള്ളത്. അപ്പോൾ വണ്ടുകളാകുന്ന കൃഷ്ണമണികളാൽ, ആ കറുത്ത വണ്ടുകളാകുന്ന കൃഷ്ണമണി, അതുകൊണ്ട് ആ വണ്ടുകളെ കൊണ്ട് തന്നെ സുന്ദരമായിട്ടുള്ള ഉന്മീലിതൈഃ വിരിഞ്ഞു നിൽക്കുന്ന ലോചന പുണ്ടരീകൈഃ കണ്ണുകളാകുന്ന താമരപ്പൂക്കളോട് കൂടിയിട്ട് താമരപ്പൊയ്ക. അപ്പോൾ താമരപ്പൊയ്കയിൽ താമരപ്പൂക്കൾ വിടർന്നു നിൽക്കുന്നുണ്ട്. താമരപ്പൂക്കളിലൊക്കെ വണ്ടുകളുണ്ട് തേൻ കുടിക്കാൻ. ആ വണ്ടുകളെ കണ്ണായിട്ട് കൃഷ്ണമണിയായിട്ട് കൽപ്പിക്കുകയാണ് കവി ചെയ്തിരിക്കുന്നത്. അങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നതായ താമരപ്പൂക്കളാകുന്ന കണ്ണുകൾ കൊണ്ട് താമരപ്പൊയ്ക എന്ത് ചെയ്യാനാണ് ഇഷ്ടപ്പെടുന്നത്? ത്വാം ദ്രഷ്ടുകാമ ഇവ ഭൃശം വിരാജന്തി. ത്വാം ദ്രഷ്ടുകാമ ഇവ, നിന്നെ കാണാൻ വേണ്ടിയിട്ടാണോ എന്ന് തോന്നും. ദ്രഷ്ടുകാമാഹ ബഹുവചനം പങ്കജിന്യ എന്ന് പറഞ്ഞതുകൊണ്ട് താമരപ്പൊയ്കകൾ നിന്നെ കാണാൻ വേണ്ടിയിട്ട് സന്തോഷത്തോടുകൂടി വിടർന്നുല്ലസിച്ച് നിൽക്കുകയാണ് താമരപ്പൊയ്കകൾ, താമരകളോട് കൂടിയിട്ടുള്ള താമരപ്പൊയ്കകൾ. ത്വാം ദ്രഷ്ടുകാമ ഇവ പങ്കജിന്യ ഭൃശം വിരാജന്തി. ആ താമരപ്പൊയ്കകൾ നല്ലവണ്ണം ശോഭിക്കുന്നു. ഭൃശം അങ്ങേയറ്റം നല്ലവണ്ണം, വിരാജന്തി ശോഭിക്കുന്നു. നന്നായി വെളിച്ചം വന്നു, സൂര്യൻ ഉദിച്ചു, താമരപ്പൊയ്കകളൊക്കെ ഉല്ലസിക്കാൻ തുടങ്ങി, നിറയെ താമരകൾ വിടർന്ന് നിൽക്കുന്നുണ്ട്.
അപ്പോൾ യശോദ പറയണത് പോലെ കവി പറയാണ്, ആ താമരപ്പൊയ്കകൾക്കൊക്കെ നിന്നെ കാണാൻ നല്ല മോഹമുണ്ട് എന്ന് തോന്നുന്നു. അതുകൊണ്ട് വിടർന്ന കണ്ണുകളാകുന്ന താമരപ്പൂവുകൾ കൊണ്ട് ആ താമരപ്പൊയ്കകൾ നിന്നെ നോക്കുന്നുണ്ട്, അവർ നല്ലവണ്ണം ശോഭിക്കുന്നുണ്ട് എന്നാണ് വർണ്ണിക്കുന്നത്. ദ്വിരേഭാഞ്ജനം, അതുപോലെ തന്നെ ലോചനപുണ്ടരീകം എന്നൊക്കെ പറയണത് കൊണ്ട് രൂപകാലങ്കാരം ധാരാളമായിട്ട് പ്രയോഗിച്ചിട്ടുണ്ട്. മാത്രമല്ല അങ്ങനെ നിന്നെ കാണാൻ വേണ്ടിയിട്ടാണോ എന്ന് തോന്നും എന്ന് പറയുമ്പോൾ അവിടെ ഉത്പ്രേക്ഷാലങ്കാരം ഒക്കെ ധാരാളമായിട്ട് വരുന്നുണ്ട്. പലതരത്തിലുള്ള അലങ്കാരങ്ങൾ വരുന്നുണ്ട്. ആ അലങ്കാരങ്ങളെ കൊണ്ടൊക്കെ വളരെ ഭംഗിയുള്ളതായിട്ടുള്ളൊരു ശ്ലോകമാണിത്. നമുക്ക് അടുത്ത ശ്ലോകം കൂടി നോക്കാം. 62ാമത്തെ ശ്ലോകം നോക്കൂ. തമസ്സമുദ്രേ പതിതാം ത്രിലോകീമുദ്ധർത്തുമിച്ഛന്നുദയം പ്രപന്ന സഞ്ചാരയൻ ദിക്ഷു ഗവാം സഹസ്രം ഭവാനിവാഭാതി മയൂഖമാലി. ആദ്യം പദച്ഛേദം നോക്കാം. തമസ്സമുദ്രേ പതിതാം ത്രിലോകീം ഉദ്ധർത്തും ഇച്ഛൻ ഉദയം പ്രപന്ന സഞ്ചാരയൻ ദിക്ഷു ഗവാം സഹസ്രം ഭവാൻ ഇവ ആഭാതി മയൂഖമാലി. ഇവിടെ സൂര്യനെ വർണ്ണിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. ഉണ്ണിക്കണ്ണനിലാണ് ചെന്ന് ചേരണത്. പറയാണ്, തമസ്സമുദ്രേ പതിതാം ത്രിലോകീം. തമസ്സമുദ്രേ, തമസ്സാകുന്ന സമുദ്രത്തിൽ പതിച്ചതായ ഈ ത്രിലോകങ്ങളെ, ത്രിലോകീം. തമസ്സമുദ്രേ പതിതാം ത്രിലോകീം. ഇരുട്ടിൽ മൂടിയ രാത്രി സമയത്ത്, കുറ്റാക്കൂരി ഇരുട്ടാണല്ലോ, ആ സമയത്ത് ഭൂമി മുഴുവനും ഇരുട്ടിൽ മുങ്ങിക്കിടക്കുക എന്നാണ് കവി ഭാവന ചെയ്യണത്. ആ ഇരുട്ടിൽ മുങ്ങിക്കിടക്കുന്ന ത്രിലോകങ്ങളെ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തെ ഉദ്ധർത്തും ഇച്ഛൻ, ഉദ്ധരിക്കുന്നതിന് വേണ്ടിയിട്ട്, അവിടേക്കൊക്കെ വെളിച്ചം വീശുന്നതിന് വേണ്ടിയിട്ട്, എല്ലാവർക്കും സുഖവും സന്തോഷവും വെളിച്ചത്തിൻ്റെ ആ സൗന്ദര്യവും ഒക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ആണോ എന്ന് തോന്നും. അതാണ് ഉദ്ധർത്തും ഇച്ഛൻ. അങ്ങനെ ആഗ്രഹിച്ചുകൊണ്ട് അയം പ്രപന്ന, അയം മയൂഖമാലി, ഈ കാണുന്ന മയൂഖമാലി. മയൂഖങ്ങൾ എന്ന് പറഞ്ഞാൽ രശ്മികളുടെ മാല, ധാരാളം അനവധി രശ്മികളുള്ളവനെയാണ് മയൂഖമാലി എന്ന് വിളിക്കുന്നത് സൂര്യൻ. അയം മയൂഖമാലി പ്രപന്ന. പ്രപന്ന എന്ന് പറഞ്ഞാൽ കിഴക്ക് ദിക്കിൽ ഇതാ വന്ന് ചേർന്നിരിക്കണു. ഏതുപോലെ അവിടെ ഒരു ഉപമാലങ്കാരം, ശ്ലേഷമൂലകമായിട്ടുള്ള ഒരു ഉപമയും കൂടി പറയുന്നുണ്ട്. ഏതുപോലെയാണെന്നുണ്ടെങ്കിൽ, ദിക്ഷു സഹസ്രം ഗവാം സഞ്ചാരയൻ ഭവാൻ ഇവ ആഭാതി മയൂഖമാലി പ്രപന്ന. ദിക്ഷു എന്ന് പറഞ്ഞാൽ ദിക്കുകളിലൊക്കെ എല്ലാ ദിക്കുകളിലും സഹസ്രം ഗവാം സഞ്ചാരയൻ, ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ഗവാം, ഗോഹോ എന്ന് പറഞ്ഞാൽ രശ്മികൾ എന്നർത്ഥമുണ്ട്. 1000 10,000 കണക്കിന് കോടിക്കണക്കിന് രശ്മികളെ വ്യാപിപ്പിച്ചുകൊണ്ട് ദിക്കുകളിലേക്ക്, എല്ലാ ദിക്കുകളിലും വെളിച്ചം പരത്തിക്കൊണ്ട്, ആ പകലിൻ്റെ ശക്തി വ്യാപിപ്പിച്ചുകൊണ്ട് മയൂഖമാലി സൂര്യൻ ഭവാനിവ ആഭാതി, അങ്ങയെപ്പോലെ ശോഭിക്കുന്നു. അങ്ങ് എങ്ങനെയാണോ അതുപോലെ ശോഭിക്കുന്നു. അപ്പം ഈ വരികൾക്ക് അങ്ങ് ചെയ്യുന്ന പ്രവൃത്തിയുമായിട്ട്, അതായത് കൃഷ്ണൻ ചെയ്യുന്ന പ്രവൃത്തിയുമായിട്ട് ചെറിയൊരു ബന്ധം കാണാം. എന്താണ്? തമസ്സമുദ്രേ പതിതാം ത്രിലോകീം ഉദ്ധർത്തും. ഭക്തന്മാരായിട്ടുള്ള ജനങ്ങൾക്ക് ഇത് വായിക്കുമ്പോൾ മറ്റൊരർത്ഥം കൂടി തോന്നും. മറ്റത് സൂര്യൻ എല്ലായിടത്തും കിരണങ്ങൾ വ്യാപിപ്പിച്ചുകൊണ്ട് അങ്ങയെപ്പോലെ സഞ്ചരിക്കുന്നു. അപ്പോൾ അങ്ങയെപ്പോലെ എന്ന് പറയുമ്പോൾ അങ്ങ് എന്താണ് ചെയ്യണത് എന്നുള്ള സംശയം സ്വാഭാവികമായിട്ടുണ്ടാവും. ആ സംശയത്തിനുള്ള, ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് തമസ്സിൽ ആണ്ടുകിടക്കുന്ന, അറിവില്ലായ്മയിൽ അജ്ഞാനത്തിൽ ആണ്ടുകിടക്കുന്നതായ ത്രിലോകീം, 3 ലോകങ്ങളെയും ഉദ്ധർത്തും, ഉദ്ധരിക്കുന്നതിന്, അതായത് അറിവില്ലാത്തവരെ അല്ലെങ്കിൽ രാക്ഷസന്മാരെ, ഭൂമിക്ക് ഭാരമായിട്ടുള്ളവരെയൊക്കെ ഇല്ലായ്മ ചെയ്തിട്ട് സജ്ജനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്, അങ്ങനെയൊക്കെയുള്ള അർത്ഥം കൂടി നമുക്ക് ഇവിടെ നിന്ന് വായിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ ആഗ്രഹിച്ചുകൊണ്ട് മാത്രമല്ല, അങ്ങ് ചെയ്യണത് എന്താണ്? ദിക്ഷു, ദിക്കുകളിലൊക്കെ ഗവാം സഹസ്രം സഞ്ചാരയൻ. ഇവിടെ ഗോഹോ എന്നുള്ളതിന് പശു എന്ന് തന്നെയാണ് അർത്ഥം. ആയിരക്കണക്കിന് പശുക്കളെ മേച്ചുകൊണ്ട്. ഇപ്പം അങ്ങ് അതാണല്ലോ ചെയ്യണത്. ശ്രീകൃഷ്ണ അങ്ങ്
പശുക്കളെ മേച്ച് നടക്കുന്നത് പോലെയാണ് സൂര്യൻ തൻ്റെ കിരണങ്ങളെയും വ്യാപിപ്പിച്ചുകൊണ്ട്, ലോകമാസകലം വ്യാപിപ്പിച്ചുകൊണ്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങേപോലെ തന്നെയാണ് സൂര്യൻ എന്ന് എനിക്ക് തോന്നുന്നു. അത് കൂട്ടി വായിക്കേണ്ടതാണ്. അപ്പോൾ കവിയാണിത് പറയണത്, യശോദയെ കൊണ്ട് പറയിപ്പിക്കണമെന്നേ ഉള്ളൂ. എങ്ങനെയാണോ സൂര്യൻ അന്ധകാരത്തിൽ മുങ്ങിക്കിടക്കുന്ന ഭൂമിയെ വെളിച്ചം കൊണ്ട് സമ്പന്നമാക്കണത്, അതുപോലെ അത് ആരെ ഉദ്ദേശിച്ചിട്ട് അല്ലെങ്കിൽ ആര് ചെയ്യണ പോലെയാണെന്നാണ് കവി പറയണത് എന്നാണെങ്കിൽ, ഭഗവാൻ എങ്ങനെയാണോ അജ്ഞാനത്തിൽ മുങ്ങിക്കിടക്കുന്നവരായ ലോകത്തിനെ, ഈ പ്രപഞ്ചത്തെ മുഴുവനും രക്ഷിക്കുന്നത്, അതുപോലെ അത് തന്നെയാണ് സൂര്യനും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഭഗവാൻ പശുക്കളെ മേച്ചുകൊണ്ട് നടക്കുന്നത് പോലെ സൂര്യൻ ഗോക്കളെയും മേച്ച ഗോക്കൾ എന്നുള്ളത് കൊണ്ട് ഇവിടെ രശ്മികളെയും വ്യാപിപ്പിച്ച് നടക്കണു. ഭഗവാനാണെങ്കിൽ പശുക്കളെ മേച്ച് നടക്കണു. രണ്ടുപേരും ഒരുപോലെയാണ് പ്രവൃത്തികൾ ചെയ്യണതെന്ന് കേട്ടാൽ തോന്നും. ഗവാം എന്നുള്ള വാക്കിൻ്റെ പ്രയോഗം കൊണ്ട് സഞ്ചാരയൻ എന്ന് വെച്ചാൽ മേച്ച് നടക്കുക എന്നർത്ഥമുണ്ട്, സഞ്ചരിപ്പിക്കുക എന്നും അർത്ഥമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വാക്കുകൾ ശ്ലേഷം ആണ്, ശ്ലേഷാലങ്കാരാണ്. ഒരേ സമയം രണ്ടർത്ഥങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒരേ സമയം ശ്രീകൃഷ്ണൻ്റെ പക്ഷത്തിലും സൂര്യൻ്റെ പക്ഷത്തിലും അർത്ഥം പറയാം എന്നുള്ളത് കൊണ്ട്, ശ്രീകൃഷ്ണനെ പോലെ തന്നെയാണ് സൂര്യൻ എന്ന് വ്യാഖ്യാനിക്കാവുന്നത് കൊണ്ട്, ശ്ലേഷമൂലകമായിട്ടുള്ള ഉപമാലങ്കാരത്തിൽ കൂടെ ഭഗവാന്റെ സ്വഭാവവും സൂര്യൻ്റെ സ്വഭാവവും കവി വർണ്ണിച്ചിരിക്കുകയാണ് ചെയ്യണത്. നമുക്ക് 2 ശ്ലോകങ്ങളും ഒന്നുകൂടി ചൊല്ലി നോക്കാം. സുതദ്വിരേഭാഞ്ജനദർശനീയൈരുന്മീലിതൈർലോചനപുണ്ടരീകൈ ത്വാം ദ്രഷ്ടുകാമായിവ പങ്കജിന്യോ ഭൃശം വിരാജന്തി ധൃതാനുരാഗാ തമസ്സമുദ്രേ പതിതാം ത്രിലോകീമുദ്ധർത്തുമിച്ഛന്നുദയം പ്രപന്ന സഞ്ചാരയൻ ദിക്ഷു ഗവാം സഹസ്രം ഭവാനി വാഭാതിമയൂഖമാലി. സുന്ദരമായിട്ടുള്ള 2 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട്, ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്ന് നിർത്തട്ടെ. നന്ദി.